ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ചധികം പേപ്പേഴ്സും പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി ഒരു ട്രാൻസ്പെറൻറ്റ് ജേർണലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും പിന്നെ കുറച്ചൊരു വിൻറ്റേജ് തോന്നിക്കുന്ന ഒരു നോർമൽ ബുക്കിൻ്റെ ഒക്കെ പേജ്, ഒരു വിൻറ്റേജ് ലുക്കുള്ള ഒരു ബുക്കിൻ്റെ പേജ്, പിന്നെ കുറച്ച് GSM കൂടിയിട്ടുള്ള, അതായത് ഒരു 120 to 150 GSM ഒക്കെ തിക്നെസ് വരുന്ന 2-3 പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡോട്ടഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമൽ A4 ഷീറ്റ്, A4 അല്ല, ഞാനിവിടെ ഒരു A3 സൈസുള്ള ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നോർമൽ A4ൻ്റെ തിക്നെസ് ഒക്കെ ഉള്ള ഒരു പേപ്പർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് ബേസിക് ആയിട്ട് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാനൊരു A5 സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും ഒരു ഏകദേശം സെയിം സൈസിൽ A5 സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെല്ലാം സെൻറ്റർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. A6 സൈസിലുള്ളൊരു ജേർണലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. വലിയ ജേർണലിൽ എനിക്ക് എന്തോ വലിയ പേജുള്ള ജേർണലാണ് എനിക്ക് വലിയ ഇഷ്ടമില്ല. എനിക്ക് ചെറിയ ജേർണൽസാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു A6 സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ എല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അടുത്തത് അങ്ങനെ വെച്ചിട്ട് നമ്മൾ നോർമൽ ബുക്കിൻ്റെ പേജൊക്കെ അറേഞ്ച് ചെയ്യുന്ന പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പം ഒരു ടൈപ്പ് പേപ്പർ ആദ്യം, പിന്നെ മറ്റൊരു ടൈപ്പ്, അങ്ങനെയല്ല കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ മിക്സഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഒരു നോർമൽ A4 ഷീറ്റ്, പിന്നെ ഒരു വിൻറ്റേജ് പേപ്പർ, പിന്നെ GSM കൂടിയിട്ടുള്ള ഒരു പേപ്പർ, പിന്നെ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള പേപ്പർ, അങ്ങനെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതെല്ലാം കൂടി നമ്മൾ റാൻഡമായിട്ട് പിക്ക് ചെയ്യുമ്പം ഏത് പേജാണോ നമുക്ക് കിട്ടുന്നത് അതിൽ അങ്ങനെ ജേർണലിങ് ചെയ്യാം എന്നുള്ള നിലക്ക് ഞാൻ അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതേ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമുക്ക് ആ ഒരു സെയിം A5 സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ A5 കറക്റ്റ് കട്ട് ചെയ്തെടുക്കാതെ അതിൻ്റെ സൈഡിൽ ചെറിയൊരു എക്സ്ട്രാ പീസ് വിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ, നമ്മുടെ ജേർണലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ലോക്ക് പോലെ ഇങ്ങനെ, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറയുമ്പം ഉള്ളതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഇതുപോലെ ഒരു സ്ട്രിങ് ഇങ്ങനെ എക്സ്ട്രാ വിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അത്ര നീളത്തിൽ ആവശ്യമില്ല. അത് ഞാൻ പിന്നീട് കട്ട് ചെയ്ത് ചെറുതാക്കുന്നുണ്ട്. അങ്ങനെ ഇതേ നമ്മൾ അറേഞ്ച് ചെയ്ത പേപ്പേഴ്സ് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ചിരുന്നത് ഒരു A4 ഷീറ്റാണ്. അപ്പോൾ അതെന്തോ എനിക്ക് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലുണ്ടായിരുന്നത് ഒരു ഡോട്ടഡ് ആയിട്ടുള്ള പേപ്പറാണ്. അത് ഞാൻ ബാക്ക് ഫോൾഡ് ചെയ്തിട്ട് ആ ഡോട്ടഡ് ഭാഗം ബാക്കിലേക്ക് പുറമേക്ക് കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ ആ ഒരു ജേർണലിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് സ്ട്രാപ്ലർ ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. നമ്മുടെ നോർമൽ ത്രെഡ് വെച്ചിട്ട് നമുക്ക് തുന്നി കൊടുക്കാം. പക്ഷേ എളുപ്പത്തിന് സ്ട്രാപ്ലർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അത് സ്ട്രാപ്ലർ അങ്ങോട്ട് എത്തുന്നില്ല. വലിയ സ്ട്രാപ്ലർ എൻ്റെ കയ്യിലില്ല. പിന്നെ മടി കൂടപ്പിറപ്പായതുകൊണ്ട് എന്തായാലും ത്രെഡ് എടുത്തിട്ട് തുന്നിയെടുക്കാനുള്ള ഒരു ക്ഷമ ഇപ്പം എനിക്കില്ല. അപ്പോൾ ഞാൻ സ്ട്രാപ്ലർ അതും പേജ് മടക്കിയിട്ട് സ്ട്രാപ്ലർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് വീണ്ടും പണി കിട്ടിയെന്ന് മനസ്സിലായത്. സ്ട്രാപ്ലറിൽ പിന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നൊക്കെ റീഫില്ല് ചെയ്തിട്ട് ഞാനതുപോലെ ആ ഭാഗം മടക്കുമ്പം നമ്മുടെ ജേർണലിൻ്റെ ഒരു പെർഫെക്ഷൻ അത്ര ഇതിൽ കിട്ടില്ല. ഒരു ചെറിയൊരു ആ ഫോൾഡ് ചെയ്ത ഒരു അടയാളം എങ്ങനെയായാലും ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ബാക്ക് ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ രണ്ട് സൈഡിലും ഞാൻ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേലെയും താഴ്ഭാഗത്തും ഞാനങ്ങനെ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മടിയൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ത്രെഡും ഒക്കെ എടുത്തിട്ട് തുന്നിയെടുക്കാം. അപ്പോൾ ഒന്നുകൂടി നീറ്റായിട്ട് കിട്ടും. വൈറ്റ് ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട് ത്രെഡ് കാണാത്ത രീതിയിലൊക്കെ തുന്നിയെടുത്താൽ നല്ല വൃത്തിയിൽ കിട്ടും. അതേ കണ്ടില്ലേ, ഈ ഒരു മടക്കവും അതുപോലെ ആ ഒരു സ്ട്രാപ്ലറിൻ്റെ ഒരു തുരുമ്പ് പിടിച്ച ആ ഒരു കറയും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇതേ ഒരു വിധം ഞാനത് സെറ്റാക്കി. പിന്നെ ഒരു നമ്മുടെ എക്സ്ട്രാ വിട്ട ഒരു സ്ട്രിങ്ങിന് ഇതുപോലെ കേർവായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണമെങ്കിൽ ചെറിയ ഡബിൾ സൈഡ് ടാപ്പിൻ്റെ ചെറിയ പീസ് വെച്ച് കൊടുത്താലും മതി. പിന്നെ എൻ്റെ കയ്യിൽ ഞാനൊരു പ്രെയർ ഡ്രസ്സ് മേടിച്ചപ്പം അതിൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു. ആ കവറിൽ ഇതുപോലെ ഈ ഒരു വെൽക്രോ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ചില ഡ്രസ്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ടാവും. അതിന് വെൽക്രോ എന്ന് തന്നെയാണ് തോന്നുന്നുണ്ട് പറയുക. ആ സംഭവം ഉണ്ടായിരുന്നു ആ ഒരു പ്രെയർ ഡ്രസ്സിൻ്റെ കവറിൽ. അപ്പോൾ അത് ഞാൻ അന്ന് അതിൽ നിന്ന് പറിച്ചെടുത്തപ്പം നല്ല ഗമ്മുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിൽ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് പേപ്പറിൽ ഒട്ടിച്ച് വെച്ചിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഞാനിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഗമ്മുള്ള ടൈപ്പ് മേടിക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു ചാനലിൽ, ഏതോ ഒരു ക്രാഫ്റ്റ് ചാനലിൽ തന്നെ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ മേടിച്ചത്. അപ്പം ഇത് ഞാൻ മേടിച്ചതല്ല, ഇത് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ മേലെ ഒരു ബട്ടർഫ്ലൈനെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു. ഫസ്റ്റ് ഞാൻ ആ ബട്ടർഫ്ലൈ ഒട്ടിച്ച് പിന്നീട് അത് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ആ ഒരു ബട്ടർഫ്ലൈനെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു സ്റ്റിക്കർ പേപ്പർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിൽ നിന്ന് ഇതുപോലെ പേർപ്പിൾ കളർ ചെയ്തതിന് ശേഷം സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഓരോന്ന് മൈ ജേർണലിൽ നിന്നുള്ള ഓരോ സർക്കിളിലും ഓരോ ലെറ്റർ വെച്ചിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ട് എഴുതി കൊടുത്തു. പക്ഷേ അതെന്തോ അതിലങ്ങോട്ട് പിടിക്കാത്തതുകൊണ്ട് പിന്നെ പെർമനൻറ്റ് മാർക്കർ എടുത്തിട്ടാണ് അതൊന്ന് എഴുതി കൊടുക്കുന്നത്.
അങ്ങനെ ഇതേമായി ജേർണലിൽ നിന്നുള്ള എല്ലാ ലെറ്റേഴ്സും എഴുതി കഴിഞ്ഞതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി പണി പാളിയെന്ന്. കാരണം പേർപ്പിൾ സ്റ്റിക്കേഴ്സും പിന്നെ ഗ്രീൻ ബട്ടർഫ്ലൈയും എന്തോ ഒരു തീരെ മാച്ചിങ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഭയങ്കര ബോറേഷ് ആയ പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു സ്റ്റിക്കറിൻ്റെ ഷെൽഫ് എടുത്ത് തുറന്ന് നോക്കിയപ്പോൾ അതിൽ ഇതുപോലൊരു സ്റ്റിക്കർ കണ്ടു. സ്റ്റിക്കർ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും അത് സ്റ്റിക്കറല്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു 200 GSM പേപ്പറിൽ ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണ്. അങ്ങനെ ഒരു പിക്ചർ കണ്ടു. അതിനെ ഞാൻ ആ ബട്ടർഫ്ലൈനെ പറിച്ചെടുത്തിട്ട് അതിനവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ അടിപൊളി എസ്തെറ്റിക് ട്രാൻസ്പെറൻറ്റ് ജേർണൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.